അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വീട് സ്വർഗ്ഗതുല്യമാവണോ? വീട്ടിൽ സമാധാനമുണ്ടാവണോ? വീട്ടിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരനായ പിശാചിനെ ഓടിക്കണോ? 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറാൻ, വീട്ടിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ, പിശാചിൻ്റെ ഉപദ്രവം നീങ്ങാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ട്, അതുപോലെ ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട്, ചില വീടുകളിൽ വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട്. അങ്ങനെ പരസ്പരം പ്രശ്നങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഇങ്ങനെ ഒരു വീട്ടിൽ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം, ആ വീട്ടിൽ ബറക്കത്തില്ല, പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട് സ്വർഗ്ഗതുല്യമാവണം. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് നല്ല ആഗ്രഹം എന്ത്? അല്ലാ, എനിക്കൊന്ന് വീടെത്തിയാൽ മതി. കാരണം വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമാണ്. അതുപോലെ തന്നെ മക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിലേക്കൊന്ന് എത്തിയാൽ മതി എന്നൊരു തോന്നലുണ്ടാവണം. എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം? എനിക്ക് വീട്ടിലെത്തിയാൽ എൻ്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, എനിക്കൊരു സമാധാനമായി. വീട്ടിലേക്ക് ഞാൻ വരൂല, വീട്ടിൽ പോയാൽ ഒരു സമാധാനവും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് വീട് സ്വർഗ്ഗതുല്യമാക്കണം. വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറണം. വീട്ടിൽ എല്ലാവിധത്തിലുള്ള ഖൈറും ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തേത്, അതായത് നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ, വീട് സ്വർഗ്ഗതുല്യമാവാൻ, അതായത് സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വീട്ടിലുള്ള ആരും, പ്രായപൂർത്തിയായ വീട്ടിലുള്ള ആരും സുബ്ഹി നമസ്കാരം ഖളാ ആക്കാൻ പാടില്ല. സുബ്ഹി നമസ്കാരം ഖളാ ആക്കി കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. ആ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉഷാറില്ല, പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? ആ വീട്ടിൽ സുബ്ഹി നമസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം. ചിലപ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കും, വാപ്പ ഉമ്മയും നിസ്കരിക്കും, മക്കൾ ഇങ്ങനെ കിടക്കും. പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കണം. പ്രത്യേകം ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി മഅൽ ജമാഅ കാന ഫീ ദിമ്മത്തില്ല ഔ കമാ ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ജമാഅത്തായി സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ അന്നത്തെ ദിവസം അവനും അവൻ്റെ വീടും അവൻ്റെ കുടുംബവും എല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ ഒരു പ്രയാസവും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാഹ് ആ വീട്ടിൽ ഖൈറുണ്ടാവും, ബറക്കത്തുണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരിക്കലും സുബ്ഹി നമസ്കാരത്തിന് ശേഷം, സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല. അതൊരു മോശപ്പെട്ട ഉറക്കമാണ്. അള്ളാഹുവിന് ദേഷ്യമുള്ള 3 ഉറക്കങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉറക്കമാണ്, ഇപ്പോൾ നമ്മൾ സുബ്ഹി നമസ്കാരം ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ 5 മണിക്കാണ്, 5 മണിക്ക് സുബ്ഹി ബാങ്ക്, ഒരു 5:30ക്ക്, ഇപ്പോൾ പള്ളികളാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാകും, 5:30ക്ക് എന്താണ് ജമാഅത്ത് നിസ്കാരം നടന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ നമ്മൾ നിസ്കരിച്ചു. 5 മണിക്ക് ബാങ്ക് വിളിച്ചു, 5:05 നമ്മൾ നിസ്കരിച്ചു, സുബ്ഹി നമസ്കാരം നമ്മൾ നിസ്കരിച്ചു. ഇവിടെ ഉദയമുള്ളത് 6:15, 6:15. അതായത് 5:05 നമ്മൾ നിസ്കരിച്ചു. എന്നാൽ ആ ഒരു ടൈം മുതൽ 6:15 വരെയുള്ള ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ആ സമയത്ത് എന്താ ഉറങ്ങിയ നല്ല ഉറക്കം വരും. കാരണം നല്ല രസമായിരിക്കും ആ സമയത്ത് ഉറങ്ങാൻ. അത് പിശാച് കൊണ്ടുവരുന്ന രസമാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ജീവികൾക്കൊക്കെ അവൻ്റെ ആ ഒരു അന്നത്തെ വിഹിതം അല്ലാഹു തആല ഭക്ഷണമായും മറ്റു വസ്തുക്കളായും കൊടുക്കുന്ന, അല്ലാഹു നിശ്ചയിക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. മാത്രമല്ല, അല്ലാഹുവിനെ പേടിയില്ലാത്ത ആളുകളൊക്കെ ആ സമയത്ത് ഉറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. അത് ബറക്കത്ത് നഷ്ടപ്പെടും, അതുപോലെ ഓർമ്മശക്തി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് റമദാനിലാണ് ആ സമയത്ത് കൂടുതലായി നമ്മൾ ഉറങ്ങുക. അത്താഴം കഴിച്ച്
അപ്പോൾ 5 മണിക്ക് ബാങ്ക് ആണെങ്കിൽ 5 മണിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കൈകെട്ടി നിസ്കരിച്ച് ഒരൊറ്റ ഉറക്കമാണ്. ആ സമയത്ത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല. 6:15 അതായത് ഉദയം കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നു ഉറങ്ങാം, കുഴപ്പമില്ല. അള്ളാഹുവിന് ദേഷ്യമുള്ള ഉറക്കമാണ്, ആ ഉറക്കം പാടില്ല എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. മൂന്നാമത്തേത്, നമ്മുടെ വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ, വീട് സ്വർഗ്ഗതുല്യമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതാൻ മറന്നു പോകരുത്. അതൊന്നുകിൽ ആ വീട്ടിലെ പുരുഷൻ ഓതുക, അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ഓതുക, അതായത് വാപ്പ ഓതുക, ഉമ്മ ഓതുക. അവർക്ക് ഓതാൻ പറ്റിയില്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് യാസീൻ, അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതിയാലും കൊള്ളാം, ചിലപ്പോൾ സുബഹി കഴിഞ്ഞ് ഓതിയാലും, അതല്ലാത്ത സമയത്ത് ഓതിയാലും നല്ലതാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓതൽ ഏറ്റവും ഖൈറാണ്. നമ്മളൊരു സുബഹിസ്കാരം കഴിഞ്ഞ ഒരു യാസീനൊക്കെ ഓതി ഒന്ന് ദുആ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് 6:15 പിന്നെ ഒരൊറ്റ കിടക്കം. ഉറങ്ങേണ്ടതാണെങ്കിൽ നമുക്ക് ഉറങ്ങാം. രാത്രി നമുക്ക് എന്തെങ്കിലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാം, ആ സമയത്ത് ഉറങ്ങാം. അല്ലെങ്കിൽ പകലിൽ നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, രാത്രിയാണ് ഉറങ്ങാൻ കിടന്നത്, രാത്രിയും ഉറക്കം കിട്ടിയില്ല, ആ ഒരു പകലിൻ്റെയും രാത്രിയുടെയും ആ ഒരു സമയമുണ്ടല്ലോ, അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം ആ സമയത്ത് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടും. പക്ഷേ എന്ത് ചെയ്യും, 6:15 കഴിഞ്ഞ്, അതായത് 6:15 ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് 6:15. അപ്പോൾ 6:15 കഴിഞ്ഞിട്ടുള്ള ആ സമയത്തെ, അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ, കിടക്കേണ്ടവരാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു വന്നത് സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദാരിദ്ര്യം വിട്ടുമാറുമെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞ ദുആക്ക് ഇജാബത്തുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കുമെന്നാണ്. ഇനി നാലാമത്തെ കാര്യം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വിശുദ്ധമായ ഖുർആനിൽ നിന്നും അല്പം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന കാര്യമല്ല, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതിയാലും കൊള്ളാം, ഖുർആനിൽ നിന്ന് ഒരു അല്പമെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കൊണ്ട്. നമ്മുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടാകും, ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ നല്ല രസമാണ്. ആ ഒരു ടൈമിൽ പഠിച്ചാൽ വേഗത്തിൽ മനസ്സിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുക, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട്, മോനെ ഒരു ഫാത്തിഹ ഓതിയിട്ട് നീ പഠിക്കാൻ ഇരിക്കുന്നു പറയുക. പ്രത്യേകിച്ച് എക്സാമിൻ്റെ കാലങ്ങളിലാകുമ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതി, ഒരു ആയത്തുൽ കുർസിയോ വേണമെങ്കിൽ ഓതിയിട്ട് നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളുടെ പഠനത്തിലും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണ്, വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, വീട് സ്വർഗ്ഗതുല്യമാവാൻ അത് കാരണമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക. വലത് കാലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് നമ്മൾ ഊരൂല്ല. ചെരുപ്പ് വീട്ടിൻ്റെ ഉള്ളിലല്ലല്ലോ, വീടിൻ്റെ പുറത്തല്ലേ. വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റെപ്പിലത്തെ താഴെയായിരിക്കും നമ്മൾ എന്തിടുക, ചെരുപ്പിടുക. ആ ചെരുപ്പ് ഊരിയിട്ട് വലത് കാല് കൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് ആദ്യം കാല് വെക്കുക. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ പടി ഉണ്ടല്ലോ, വാതിൽ പടി കടന്ന് നമ്മുടെ ഹോളിലേക്കായിരിക്കും മിക്ക വീടുകളിലേക്കും പ്രവേശിക്കുക. ആ സമയത്തും വലത് കാല് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിർബന്ധമായ കാര്യമല്ല, സുന്നത്താണ്. അങ്ങനെ വലത് കാല് കൊണ്ട് പ്രവേശിക്കുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാ എന്നെങ്കിലും മനസ്സിൽ പറയുകയെങ്കിലും ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും, വീട് സ്വർഗ്ഗതുല്യമാകും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ, വീട് സ്വർഗ്ഗതുല്യമാവാൻ, വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ. ഈ 5 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ, ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ. വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറത്തുൽ ഇഖ്ലാസ്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവകരുടെ ഫതുഹുൽ മുഈൻ എന്ന ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുകയാണ്, ദുൽഹിജ്ജ മാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ്, ഒരുപാട് പ്രതിഫലമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ സുലുസുൽ ഖുർആനിന്റെ 1/3 ഒരു ഭാഗമാണ്. ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതി, 3 പ്രാവശ്യമായാൽ
ഖുർആൻ ഖത്മ് തീർത്തതുപോലെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനവർകൾ പറയുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ ദിവസവും 200 പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. 200 പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഉസ്താദെ? ഒറ്റ ഇരിപ്പിന് അങ്ങോട്ട് ഓതണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം നമ്മൾ 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. ഓരോ നിസ്കാരത്തിന് ശേഷം 20 പ്രാവശ്യമോ അല്ലെങ്കിൽ 25 പ്രാവശ്യമോ 10 പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം ഓതി തീർത്താൽ മതി. ഇപ്പോൾ നമുക്കൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് ഓതാം. സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരാൾ ഓതിയാൽ ആ സൂറത്തുൽ ഇഖ്ലാസ് ഇവനെ ഇഷ്ടപ്പെടുമെന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ സ്വർഗ്ഗത്തിലാണെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പോകുന്നു. പിന്നെ ഉദു ഇല്ല, അതുകൊണ്ട് ഓതാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. ഉദു ഇല്ലാത്തവർക്കും ഇത് ഓതാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഓത്തിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എല്ലാവരും ഓതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ, ആവശ്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മളോട് ദുആരക്കാൻ ഒരുപാട് കമന്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദുആ നമ്മൾ നടത്തുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഞങ്ങൾ ഓതിയിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ, രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, വസിയത്ത് തന്നിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. രോഗങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മ
പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനെ അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അവസാനം കെലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ദുആയിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ ഖൈറും സലാമത്തും തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.